ഹായ് എവരിവൺ, വെൽക്കം ടു ദിശ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, നമുക്കറിയാം GDയുടെ ഫിസിക്കലിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ 23-ാം തീയതി മുതൽ GDയുടെ ഫിസിക്കൽ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 3 സെൻറ്റേഴ്സിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കൂടെ തന്നെ വന്ന ഒരു നോട്ടിഫിക്കേഷനാണ് 2025 GD എക്സാംസിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പോയി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അപ്ലൈ ചെയ്തവർക്കും ചെയ്യാത്തവർക്കും പുതിയതായിട്ട് GDക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് GD വേണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആർമിക്ക് അല്ലെങ്കിൽ ഒരു ആർമിയിൽ ഒരു ജോലി വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ സിലബസ് എന്താണ് എന്നൊരുപാട് ഡൗട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ GDയുടെ സിലബസ് എന്ന് പറയുമ്പോൾ ആദ്യമേ പറയാം, വലിയ കടുകട്ടി കാര്യമല്ല ഒരു GD എക്സാം. SSC എക്സാംസിൽ GD എക്സാം എന്ന് പറയുന്നത് വലിയൊരു കടുകട്ടി സംഭവമല്ല. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഒരു GD എക്സാം എങ്കിലും ക്രാക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ആ എക്സാം. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കുക, അത്രയും ലെവല് കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. 10th ലെവൽ ക്വസ്റ്റ്യൻസ് അല്ല. അപ്പോൾ അത്ര എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ GDയുടെ തിയറിയുടെ കാര്യമാണ് പറയുന്നത്. GD എക്സാം കംപ്ലീറ്റ് അല്ല പറയുന്നത്. GDയുടെ തിയറി അത്രയും എളുപ്പമാണ്. അപ്പോൾ GDയുടെ സിലബസ് നിങ്ങൾ കേൾക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കിക്കോളാം. അത് കഴിഞ്ഞ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരു ടാസ്ക് ആയിട്ട് വരുന്നത്, അതായത് ഫിസിക്കൽ ടെസ്റ്റ്. അവിടെ നിങ്ങളുടെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസിങ്, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ദൃഢനിശ്ചയം എല്ലാം അവിടെ കാണിക്കണം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ആ ഫിസിക്കൽ ടെസ്റ്റിന് അവർ റണ്ണിങ് ടെസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ അത് നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ GD എക്സാംസിൻ്റെ തിയറി എക്സാംസിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം വളരെ എളുപ്പമുള്ളൊരു എക്സാമാണ് GD എക്സാം എന്ന് പറഞ്ഞാൽ. നമുക്ക് സിലബസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റിലെ തന്നെ GD എക്സാംസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. GD എക്സാം എന്ന് പറയുമ്പോൾ കോൺസ്റ്റബിൾ എക്സാം ആണ്. അപ്പോൾ കോൺസ്റ്റബിൾ എക്സാമിന് നിങ്ങൾ ഒരു CBT എക്സാം ആയിരിക്കും നേരിടാൻ പോകുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് എക്സാം ആയിരിക്കും. 1 hour എക്സാം ആയിരിക്കും. ഈ ഒരു 1 hour എക്സാമിൽ നിങ്ങൾക്ക് നേരിടാൻ പോകുന്നത് എത്ര ക്വസ്റ്റ്യൻസ് ആണ്? 80 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നത്. ഈ 80 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് 160 മാർക്സ് ആണ് ടോട്ടൽ വരുന്നത്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് വെച്ചിട്ടാണ്. നെഗറ്റീവ് ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, വളരെ കുറവാണ്, 0.25. 4 ക്വസ്റ്റ്യൻസ് തെറ്റിയാൽ 1 മാർക്ക് നിങ്ങൾക്ക് പോകും. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് നിങ്ങൾ നോക്കുക, 2 മാർക്സ് ആണ്, 0.25 ആണ് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് വരുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ, എനിക്ക് അത്യാവശ്യം 2-3 ക്വസ്റ്റ്യൻസ് കറക്കി കുത്തിയാലും വലിയ സീനില്ല. ഓക്കെ, GKയുടെ കാര്യത്തിലൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത്രയും നെഗറ്റീവ് മാർക്ക് കുറവാണ് ഈ GDയുടെ എക്സാംസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഇതാണ് ഒഫീഷ്യൽ സൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ആ ഒരു യൂസർ ID യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള വീഡിയോസൊക്കെ അപ്ലോഡഡ് ആണ്. നിങ്ങൾക്ക് 2 ചാനൽസിലായിട്ട്, ആർമി എക്സാമിൻ്റെ ചാനലിലും അപ്ലോഡഡ് ആണ്, അതുപോലെ തന്നെ SSC RRB ചാനലിലും അപ്ലോഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചാനലിൽ കയറി നോക്കാവുന്നതാണ് GD എക്സാംസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഇപ്പോൾ ലൈവായിട്ടൊക്കെയാണ് ഫോട്ടോയൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ പോയിട്ട് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഞാൻ ടൈമൊക്കെ പറഞ്ഞു, 60 minutes ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിലേക്ക് പോകാം. നിങ്ങൾക്ക് റീസണിങ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഏതെങ്കിലും ഒന്ന്, റീസണിങ്, അതുപോലെ മാത്സ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, ജനറൽ നോളജ്, ഇങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാംസിൻ്റെ സിലബസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ സിലബസ് നോക്കാം. ഇപ്പോൾ റീസണിങ്ങിൽ നോക്കുകയാണെങ്കിൽ അരിത്തമെറ്റിക് നമ്പർ സീരീസ്, റിലേഷൻഷിപ്പ് കൺസെപ്റ്റ്സ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, സ്പേഷ്യൽ വിഷ്വലൈസേഷൻ, അരിത്തമെറ്റിക്കൽ റീസണിങ്, ഫിഗേഴ്സ് ക്ലാസിഫിക്കേഷൻ, സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ, അനോളജീസ്, നോൺ വെർബൽ സീരീസ്, വിഷ്വൽ മെമ്മറി, ഡിസ്ക്രിമിനേഷൻ, ഒബ്സർവേഷൻ, കോഡിങ് ആൻഡ് ഡീകോഡിങ്. നല്ല ടെൻഷൻ ആവുന്നുണ്ടോ നിങ്ങൾക്ക് ഈ പേരുകളൊക്കെ കേട്ടിട്ട്? ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഡിങ് ഡീകോഡിങ് എന്തായാലും കാണും. ഓക്കെ, ഇതാ ഇവിടെ കാണിക്കുന്നത്. ഈ കോഡിങ് ഡീകോഡിങ് എന്തായാലും കാണിക്കും. കുറച്ച് ആൽഫബറ്റിക് സീരീസ് വരും. ഈ ആൽഫബറ്റിക് സീരീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഡ് ചെയ്യുക. ആ ഒരു പ്രത്യേകതരം കോഡിലായിരിക്കും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ ചിലപ്പം ഒരു ഒന്നിടവിട്ടുള്ള ആൽഫബറ്റ്സ് ആയിരിക്കും. ചിലപ്പോൾ ഇതാ ഇങ്ങനെ A C
ഇ ഇങ്ങനെ ആയിരിക്കും കോഡ് വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാ ഒന്നിട വെട്ടായിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകും. അങ്ങനത്തെ സീരീസ് ആയിട്ടുള്ള എന്താ പറയുക ക്വസ്റ്റ്യൻസ് കാണും. അതാണ് ആൽഫബറ്റിക് സീരീസിലൊക്കെ വരുന്നത്. കോഡിങ് ഡീകോഡിങ് അങ്ങനെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അത് കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മോക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അതുപോലെ വരുന്നത് സില്ലോജിസം വരും. അതും അത്യാവശ്യം എളുപ്പമുള്ള സില്ലോജിസം മാത്രമേ കാണുള്ളൂ. അതുപോലെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ എന്താ റീസണിങ്ങിലെ ഡയറക്ഷൻ അത് വരും. ഡയറക്ഷൻ ടെസ്റ്റ് വരും. ഡയറക്ഷൻ ടെസ്റ്റ് എളുപ്പമാണ്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കണ്ടിട്ട് ഏതാ പേടിയായിട്ട് തോന്നുന്നത്? പിന്നെ അതുപോലെ കലണ്ടർ, അതുപോലെ ഡൈസ്, അങ്ങനെയുള്ള നമുക്ക് അത്യാവശ്യം ലോജിക്കലി ചിന്തിക്കാൻ പറ്റുന്ന അത്ര കടുകട്ടി ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. CGL-ലൊക്കെ നമ്മൾ കാണുന്ന പോലെ വലിയ വലിയ എന്താ നമ്പർ സീരീസ്, ഈ കോഡിങ് ഡീകോഡിങ് പോലെ നമ്പർ സീരീസും വരുന്നതായിരിക്കും. അപ്പം നമ്പർ സീരീസ് വരുമ്പോൾ ചിലപ്പോൾ സ്ക്വയേഴ്സിൻ്റെ സീരീസ് ആയിരിക്കും. സ്ക്വയേഴ്സിൻ്റെ സീരീസ് എങ്ങനെയാ 1 4 16 അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും പോകുന്നത്. 1 4 9 16 എക്സെട്ര ഫില്ല് ചെയ്യുക. ഇങ്ങനെയുള്ള എളുപ്പമുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. 5-6 അത്യാവശ്യം നമുക്ക് ഒരു 1 മന്ത് നമ്മൾ അടുപ്പിച്ചിരുന്ന ഒരു മോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഈ പറയുന്ന റീസണിങ് ഒക്കെ നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ. അപ്പോൾ അത്രയും എളുപ്പമാണ് റീസണിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. ഇതുപോലെ പേപ്പർ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ഉള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, മിറർ ഇമേജ്, വാട്ടർ ഇമേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് റീസണിങ്ങിൽ ചോദിക്കുന്നത്. ഓക്കെ. ഇനി പറയുകയാണെങ്കിൽ GK അല്ലെങ്കിൽ GS സിലബസ് ആണ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നിന്നും ചോദിക്കും. ഓക്കെ. കറണ്ട് അഫയേഴ്സ് സെക്ഷൻ ചോദിക്കും. അതുപോലെ സ്റ്റാറ്റിക് GK സെക്ഷനിൽ നിന്നും ചോദിക്കും. സ്പോർട്സ് ചോദിക്കും. ഹിസ്റ്ററി, അതുപോലെ കൾച്ചർ, ജിയോഗ്രഫി. കൾച്ചർ സെക്ഷനിൽ നിങ്ങൾക്ക് ഫെസ്റ്റിവൽസ് ഒക്കെ ചോദിക്കും. ഫെസ്റ്റിവൽസ്, അതിൻ്റെ അവാർഡ്സ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കിക്കോളുക. അതുപോലെ ജിയോഗ്രഫി, എക്കണോമിക് സീന്, അതുപോലെ ജനറൽ പോളിസി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സയൻറ്റിഫിക് റിസർച്ച്. നിങ്ങൾ ഇതും ഞാൻ പറഞ്ഞ പോലെ മോക്ക് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്റ്റാറ്റിക് GK ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് വട്ടം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും കിട്ടും. ഓക്കെ. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഒന്ന് ഈ ഫെസ്റ്റിവൽസ്, അതുപോലെ ഡാൻസസ്, അവാർഡ്സ്, മെയിനായിട്ട് അവാർഡ്സ് ഒക്കെ നോക്കിയോ. അവാർഡ്സും ഫെസ്റ്റിവൽസ് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ്, സ്പോർട്സിനൊക്കെ CA ആണ് ചോദിക്കാൻ ചാൻസ്. ഓക്കെ. കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അതൊക്കെ കുറച്ച് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ GK അല്ലെങ്കിൽ GS സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നോക്കുവാണെങ്കിൽ GD മാത്തമാറ്റിക്സ് സിലബസ് ആണ്. GD മാത്തമാറ്റിക്സ് സിലബസ് നോക്കിയാൽ നമ്പർ സിസ്റ്റംസ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ഹോൾ നമ്പേഴ്സ്, ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പേഴ്സ്, ഫണ്ടമെന്റൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. ഓക്കെ. റേഷ്യോ പ്രൊപ്പോർഷൻ ക്വസ്റ്റ്യൻ ചോദിക്കും. പെർസെൻറ്റേജ്, ആവറേജ്, ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ചോദിക്കും. അതുപോലെ സിമ്പിൾ ഇൻട്രസ്റ്റ് ചോദിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസോണസ്റ്റ് സെല്ലറൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഡിസോണസ്റ്റ് സെല്ലറൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. അതുപോലെ ഡിസ്കൗണ്ട് ചോദിക്കും. അതുപോലെ മെൻസുറേഷൻ എന്ന ക്വസ്റ്റ്യൻ ചോദിക്കും. ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അതുപോലെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നത് ബോട്ട് ആൻഡ് സ്ട്രീം എന്നീ ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മോസ്റ്റ്ലി മാത്സിൽ നിന്ന് വരുന്നത്. SSC നോർമലി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് സിലബസ് വളരെ എളുപ്പമായിരിക്കും. മാത്സിൻ്റെ സിലബസ് അത്ര വലിയ സെയിം സിലബസ് ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻസിൻ്റെ ലെവല് ചെറുതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും മോസ്റ്റ്ലി GD എക്സാംസിന് അറ്റൻഡ് ചെയ്യേണ്ടി വരിക. ഓക്കെ. ഇതൊക്കെയാണ് നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഇനി ഇംഗ്ലീഷിനെ നോക്കുകയാണെങ്കിൽ സ്പോട്ട് ദ എറർ വന്നിട്ടുണ്ട്. അതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, സിനോണിംസ്, ഹോമോണിംസ് ആൻഡ് ആൻറ്റോണിംസ്, സ്പെല്ലിംഗ് ആൻഡ് ഡിറ്റക്ടിങ് മിസ്പെൽഡ് വേർഡ്സ്, ഇഡിയംസ്, ഫ്രൈസസ്, അതുപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇംപ്രൂവ്മെന്റ് ഓഫ് സെന്റൻസ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, അതുപോലെ കോൺവെർസേഷൻ, ഇൻഡയറക്റ്റ്, ഡയറക്റ്റ്. മോസ്റ്റ്ലി ചോദിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, പാസീവ് വോയിസ്, അതുപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയംസ്. സ്പെല്ലിങ് തെറ്റിച്ച് തരും.
അത് നമ്മൾ കണ്ടുപിടിക്കുക ഏതാണ് തെറ്റായ സ്പെല്ലിങ് ഏതാണ് അല്ലെങ്കിൽ ശരിയായ സ്പെല്ലിങ് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ സ്പോട്ട് എററിൽ വരും. ഈ സ്പോട്ട് എററിൽ നിങ്ങൾക്ക് ഈ പാസീവ് വോയിസ് യൂസ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഷഫ്ലിംഗ് ഓഫ് സെൻറ്റൻസ് പാർട്സ് സെൻറ്റൻസുകൾ തമ്മിൽ ഷഫിൾ ചെയ്ത് തരും, ഓർഡർ ആക്കി നമ്മൾ ചെയ്യുന്നത്. റീഡിങ് കോംപ്രഹെൻഷൻ, ക്ലോസ് പാസേജ് ആണ് വരുന്നത്. അങ്ങനെയുള്ള കുറേ സിലബസ് ആണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വരുന്നത്. അത്യാവശ്യം നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇഡിയംസ് ഫ്രേസസ് ഒക്കെ അത്യാവശ്യം നോക്കണം. അതുപോലെ വൊക്കാബ്സ്, ബ്ലാക്ക് ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വൊക്കാബ്സ് നോക്കാം. ദിവസം ഒരു 5-10 വൊക്കാബ്സ് പഠിച്ചു പോയി കഴിഞ്ഞാൽ എക്സാമിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരുപാട് വൊക്കാബ്സ് നിങ്ങളുടെ കയ്യിൽ ഒതുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൽ തന്നെ ഇഡിയംസും ഫ്രൈസസും ഒക്കെ ഉണ്ട്. അത്യാവശ്യം ജിഡിക്ക് അത്യാവശ്യമല്ല, SSC എക്സാംസിന് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് ബ്ലാക്ക് ബുക്ക് എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൻ്റെ ബ്ലാക്ക് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ലൊരു ബുക്കാണ്, നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് GD സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, GDയുടെ ഇംഗ്ലീഷ് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു എക്സാമിന് പോയിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യമേ പോയി മാത്സ് റീസണിങ് പോയി അറ്റൻഡ് ചെയ്യാതെ നിങ്ങൾ ആദ്യമേ ഫസ്റ്റ് നിങ്ങൾക്ക് എത്ര പഠിച്ചാലും അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻ വരുന്ന സെക്ഷനാണ് GK സെക്ഷൻ. അപ്പോൾ അതിന് നിങ്ങൾക്ക് അധികം ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമേ പോയി GK അറ്റൻഡ് ചെയ്യുക. ഓക്കെ, GK നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ കറക്റ്റ് ആക്കുക, അറിഞ്ഞുകൂടാത്തത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവുക. അതോടൊപ്പം തന്നെ ചെറിയ ഡൗട്ട് ഉള്ളതൊക്കെ മാർക്കസ് റിവ്യൂ ഇട്ട് പോവുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോവുക. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ GK സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഒട്ടും തന്നെ ചിന്തിക്കാൻ ടൈം വേണ്ടാത്ത ഒരു സെക്ഷനാണ് GK സെക്ഷൻ. നിങ്ങൾ ഒരു സെക്കൻഡ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ഒരു സെക്കൻഡിൽ ആ ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ എഴുതുക, അത്രയും ടൈം മാത്രമേ നിങ്ങൾ എടുക്കാവൂ. അങ്ങനെ ടൈം എടുത്ത് നിങ്ങൾ GK സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. നേരെ നെക്സ്റ്റ് സെക്ഷൻ നിങ്ങൾ ഇംഗ്ലീഷ് കവർ ചെയ്യുക. ഇംഗ്ലീഷ് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എഴുതി കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുക, അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ റീസണിങ് സെക്ഷനിലേക്ക് പോവുക. ഏറ്റവും ലാസ്റ്റ് മാത്രം മാത്സ് സെക്ഷനിലേക്ക് പോവുക. ഇങ്ങനെ നിങ്ങൾ ഈ ഓർഡറിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കാണാൻ പറ്റും. അതിനുശേഷം പിന്നെ നിങ്ങൾക്കൊരു റൗണ്ട് അപ്പ് ചെയ്ത് വരാനുള്ള ടൈമും കൂടെ കിട്ടും. റൗണ്ട് അപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാർക്കസ് റിവ്യൂ ചെയ്ത് വെച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പോവുക. പിന്നെയും ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസ് GK സെക്ഷനിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അറിഞ്ഞുകൂടാ, പക്ഷേ ഇതായിരിക്കാം എന്ന് നിങ്ങൾക്ക് ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് പോകാൻ പറ്റും. അതും ഒരു സ്ട്രാറ്റജി വേണം. വെറുതെ ഇങ്ങനെ ജസ്റ്റ് കറക്കി കുത്തി അങ്ങ് ആൻസർ ചെയ്യാതെ ഒരു സ്ട്രാറ്റജിക്കൽ മൂവിൽ ഈ ഓപ്ഷൻ ആയിരിക്കില്ല ക്യാൻസൽ, ഈ ഓപ്ഷൻ ആയിരിക്കില്ല, ഓപ്ഷൻ B ആയിരിക്കില്ല, C ആയിരിക്കില്ല, എങ്കിൽ A ആയിരിക്കും. അങ്ങനെയുള്ള ഒരു രീതിയിൽ നിങ്ങളൊരു സ്ട്രാറ്റജിക്കൽ മൂവ് ആയിട്ട് നിങ്ങൾക്ക് 2, 3, 4, 5 ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്കി കുത്തിയാലും നെഗറ്റീവ് വളരെ കുറവായതുകൊണ്ട് നിങ്ങളുടെ മാർക്കിന് വലിയ എഫക്റ്റ് ഉണ്ടാവത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് GD എക്സാം സുഖമായിട്ട് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. മാത്സ് ഒക്കെ അത്യാവശ്യം നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾക്ക് സുഖമായിട്ട് അത് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക. നിങ്ങളുടെ GDക്ക് എക്സാമിന് പോയിരിക്കുമ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നാണെന്നുണ്ടെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ റീസണിങ് 20 ക്വസ്റ്റ്യൻസ് കാണും, 40 മാർക്സ് ആണ്. അതുപോലെ ജനറൽ നോളജ് 20 ക്വസ്റ്റ്യൻസ്, മാത്തമാറ്റിക്സ് 20 ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഓപ്ഷൻ ചൂസ് ചെയ്യാം. അപ്പോൾ ഇംഗ്ലീഷ് കൊടുത്തവർക്ക് ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഹിന്ദി കൊടുത്തവർക്ക് ഹിന്ദി അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി എത്രയാ 20 മാർക്സ്, എല്ലാം 20 മാർക്സ് തന്നെയാണ്. 40 മാർക്സ് ഈച്ച്, 160 മാർക്സ്. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ മെന്നിന് 66 സംതിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ കട്ട് ഓഫ്. ഫീമെയിൽസിന് 90 സംതിങ് ഉണ്ടായിരുന്നു കട്ട് ഓഫ്. ഓക്കെ, അപ്പം മെന്നിന് കുറവും ഫീമെയിൽസിന് കുറച്ച് കൂടുതലും ആയിരുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരും. ഫിസിക്കൽ ടെസ്റ്റിലാണ് നിങ്ങൾ മോസ്റ്റ്ലി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ GDയുടെ തിയറിക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ
ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ദിശ അക്കാഡമി GDയുടെ സ്പെഷ്യൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 350+ അവേഴ്സ് ക്ലാസ് ലൈവും ഉണ്ടാവും, റെക്കോർഡഡ് സെക്ഷൻസും ഉണ്ടാവും. ലൈവ് സെക്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ലൈവിൻ്റെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മോക്ക് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ മെറ്റീരിയൽസ്, ലൈവ് ഇൻട്രാക്ടിങ് സെക്ഷൻസ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി ആയിട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് പോവാം. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെൻറ്റർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മെൻറ്ററിനോട് ചോദിക്കാവുന്നതാണ്. ഗ്രൂപ്പ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. അപ്പോൾ മെൻറ്റർ സപ്പോർട്ടും അതിനോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 2999 നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് GD എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുത്ത് ഈ കോഴ്സ് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. സെൽഫായിട്ട് തന്നെ വീട്ടിലിരുന്ന് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് GD ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് ഞാൻ നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ GD എക്സാംസ് കഴിഞ്ഞ വട്ടമൊക്കെ ഒത്തിരി റിസൾട്ട് ഉണ്ടായിരുന്നു. GD എക്സാംസ് യൂട്യൂബ് കണ്ട് പഠിച്ച കുട്ടികളുണ്ടായിരുന്നു, നമ്മുടെ കോഴ്സ് എടുത്ത് പഠിച്ച കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ ആ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് അവരെല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ റിസൾട്ട് വന്നിട്ട് വേണം നമുക്കും ഫുള്ളി പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു GD എക്സാംസിന്. അപ്പോൾ ഇപ്പോൾ ആ ഒരു റിസൾട്ട് വെച്ചിട്ട് തന്നെ ഒത്തിരി കുട്ടികൾ ഇപ്പോൾ വീണ്ടും ജോയിൻ ആയിട്ടുണ്ട്. നമ്മുടെ ഓൺലൈൻ സെക്ഷനിലും ഓഫ്ലൈൻ സെക്ഷനിലും GD പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഓൺലൈൻ സെക്ഷന് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചോളാം. ഓക്കെ, ഇനി പറയാനുള്ളത് നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റിന് നിങ്ങൾക്ക് ഗേൾസിൻ്റെ ഹൈറ്റും ബോയ്സിൻ്റെ ഹൈറ്റും ആണ്. ഗേൾസിന് 157 ആണ് ഹൈറ്റ് വേണ്ടത്, ബോയ്സിന് 170 ആണ് ഹൈറ്റ് വേണ്ടത്. അത് ജനറൽ കാറ്റഗറിക്കാണ്. OBCക്കും അതുപോലെ തന്നെ SC STക്കും വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ആ ഒരു ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്, ചേഞ്ചസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വായിച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതുപോലെ ഫിസിക്കൽ ടെസ്റ്റ് പറയുകയാണെങ്കിൽ 5 കിലോമീറ്റേഴ്സ് ബോയ്സിന് 24 മിനിറ്റ്സും അതുപോലെ തന്നെ 1.6 കിലോമീറ്റേഴ്സ് ഗേൾസിന് 8 മിനിറ്റ് കൊണ്ടും കംപ്ലീറ്റ് 1.2 കിലോമീറ്റേഴ്സ് ഗേൾസിന് 8 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ കാണാം. നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ആ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ നല്ല രീതിക്ക് അപ്ലൈ ചെയ്യുക. ഈ ഒരു സിലബസ് നിങ്ങൾക്ക് ജനുവരി ഫെബ്രുവരിയിലായിരിക്കും എക്സാംസ് വരുന്നത്. അപ്പോൾ ഇനി അധികം ടൈം ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്യരുത്. ഇനി ഒരു 3 അല്ലെങ്കിൽ 4 മന്ത്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് അതിന് വേണ്ടിയിട്ട് ഫിസിക്കലും കൂടി ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തോളാം. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ ഡയറ്റൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ടൈം ലിമിറ്റിൽ 5 കിലോമീറ്ററൊക്കെ 24 മിനിറ്റിൽ ഓടി കയറണമെങ്കിൽ കറക്റ്റ് പ്രോപ്പർ ഡയറ്റ് വേണം, പ്രോപ്പർ പ്രാക്ടീസ് വേണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നാൽ മതി. ഓക്കെ, താങ്ക് യു.